ഹായ് ഫ്രണ്ട്സ്, കാശിമോൻ ഈ സുന്ദരനായിട്ട് അവൻ്റെ മാമൻ്റെ അടുത്തേക്ക് പോകാൻ ഒരുങ്ങിയതാണ് കേട്ടോ. ആദ്യം കാശിമോനും അത് കഴിഞ്ഞ് തുമ്പിമോളൊക്കെ ഒരുക്കേണ്ട ശേഷമാണ് കേട്ടോ ഞാൻ ഒരുങ്ങുക. അപ്പോൾ തന്നെ ടാറ്റ അവരെ ഫോട്ടോസ് എടുക്കുകയാണ്. കാശിമോൻ്റെ ഫോട്ടോസ് എടുക്കണ കണ്ടപ്പോൾ തുമ്പിമോളാണെങ്കിൽ ഒരുങ്ങി ഓടി വരികയാണ് കേട്ടോ അതിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചേച്ചീൻ്റെ അനിയൻ്റെ സ്നേഹപ്രകടനം കണ്ടോ. അവരുടെ സ്നേഹപ്രകടനം കണ്ട എല്ലാവരും അത് കഴിഞ്ഞിട്ട് ഇതാ ഞാനും കാശിമോനും അടുത്ത ഫോട്ടോയ്ക്കുള്ള ഒരുക്കങ്ങളാണ് കേട്ടോ ഈ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഞങ്ങൾ പോവാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോയി വരാ, ടാറ്റ ബൈ ബൈ. വീട്ടിലേക്ക് പോണ വഴിക്ക് ഒരു ഫാൻസി കണ്ടപ്പോൾ അച്ഛനെ മണി അടിച്ച് ഡോള് വേണമെന്നൊക്കെ പറഞ്ഞ് കടയിൽ കയറിയതാണ്. കടയിൽ കയറിയിട്ടോ അവളുടെ കയ്യിലുള്ള എല്ലാ സാധനങ്ങളും ആ കടയിലും ഉണ്ട്. അപ്പോൾ എന്താ വാങ്ങേണ്ടതെന്നുള്ള കൺഫ്യൂഷനിൽ പരിധി നടക്കുകയാണ് കേട്ടോ അവൾ. പിന്നെ കയ്യിലുള്ള ഡോള് പോലെ തന്നെയുള്ള ഡോള് പുതിയതൊന്നും കൂടി വാങ്ങി കൂട്ടുകയാണ്. എന്തിനാ അങ്ങനെ വാങ്ങണമെന്ന് ആർക്കറിയാം. അതിനെ കുളിപ്പിക്കാനും സൂപ്പ് ഇടിക്കാനൊക്കെയാണ് ഈ കൊണ്ടടന്ന് ഉഴിഞ്ഞ് കുളിപ്പിക്കാനൊക്കെയാണ് അവൾ ഈ വാങ്ങണത് കേട്ടോ. അത് കിട്ടിയ സന്തോഷമാണ് ഈ കാണുന്നത്. എത്രാമത്തെയാണെന്ന് അവൾ തന്നെ പറഞ്ഞിരുന്നു, ഞങ്ങൾക്കത് കേൾക്കാം കേട്ടോ. അങ്ങനെ പേയ്മെൻറ്റും കാര്യങ്ങളും വാവയ്ക്ക് പാമ്പേഴ്സൊക്കെ വാങ്ങി ഞങ്ങളിതാ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. മനസ്സിലായില്ല. ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി, തുമ്പിമോളടുത്ത് നിന്ന് എന്ത് പറയുമ്പോഴും സൂക്ഷിച്ച് പറയാനേ പാടുള്ളൂ. അങ്ങനെ ഫാൻസിന്ന് വാങ്ങിയ സാധനത്തിൻ്റെ എക്സ്പെരിമെൻ്റ് നടത്താണ് കേട്ടോ ഞങ്ങളിവിടെ, കണ്ടില്ലേ. പക്ഷെ കടക്കാരെ ഞങ്ങളെ പറ്റിച്ചെന്നാണ് തോന്നണത്. തുമ്പിമോക്ക് വരെ മനസ്സിലായി. കടക്കാരൻ പറ്റിച്ചൊന്ന് പോയി കൈയിടല്ല. ഇനി ഒന്ന് പോയി ചോദിച്ചു നോക്കത് വലുതാവില്ല. വെളിച്ചം പറയല്ലേ, വിളിച്ചു ഇത് വലുതാവില്ല, ചെറുതായിട്ട് വലുതാവുണ്ടല്ലോ. ഇതാണ് ഫ്രണ്ട്സ് നമ്മുടെ ജീരകക്കോഴി. ജീരകം ഇട്ടിട്ടുള്ള കോഴിയാണ് ജീരകക്കോഴി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ വളർത്തിത്തരാം, വേണോ? അതിലിപ്പോഴേ നോണ വരുന്ന കേട്ടാ. അമ്മ ഇങ്ങോട്ട് വരി, ഞാനൊന്ന് തിന്നട്ടെ. നിങ്ങൾ വീഡിയോ ഒന്നും കൂടി എല്ലാവർക്കും നാളെ വില ഉണ്ടെന്ന് അറിയാം. സാരമില്ല, ഞാൻ തിന്നാണേ. എല്ലൊക്കെ തിന്നുന്നുണ്ട്. ആക്രാന്തം മൂത്ത് കഴിക്കണമെന്ന് ആർക്കും തോന്നണ്ട. അമ്മനോട് പ്രത്യേകം പറഞ്ഞ് ഉണ്ടാക്കിച്ചതാണ് കേട്ടോ ഈ ജീരകക്കോഴിയും പത്തിരിയും. അതിൻ്റെ ഇഷ്ടക്കൂടുതലുകൊണ്ട് കഴിക്കണ കഴിപ്പാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. അങ്ങനെ ഞാനും ടാട്ടനും ഇരുന്ന് കഴിച്ച് അതിൻ്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അടിപൊളിയാണ് കേട്ടോ. ജീരകക്കോഴി വെച്ചാൽ ടാട്ടനാണെങ്കിൽ എനിക്കാണ് ഫേവറേറ്റാണ്. അങ്ങനെ ഫുഡ് കഴിച്ച ക്ഷീണത്തിലിരുന്ന് ഞങ്ങൾ സംസാരിച്ച് ഇരിക്കുകയാണ്. ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന സമയം കൊണ്ട് കാശിമോൻ അമ്മ അങ്കിയൊക്കെ കൊടുത്ത് ആ സന്തോഷമാണ് കേട്ടോ ഈ കാണുന്നത്. അവൻ്റെ മുഖത്ത് കണ്ട നല്ല കളിയും ചിരിയൊക്കെ ആയിട്ട്. ഞാൻ കഴിച്ച് കഴിഞ്ഞ് തുമ്പിമോക്കും ഞാൻ അതിൻ്റെ ഇടയിൽ തീറ്റയൊക്കെ കൊടുത്ത് ആളും അവിടെ TV കണ്ടിരിക്കുകയാണ്. അവൾക്ക് പിന്നെ കൊച്ചു TV കണ്ട അവൾ അതും കണ്ടിരുന്നോളൂ. ഇതൊക്കെയാണ് കേട്ടോ ഐഷു സ്റ്റോറീസിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ. ബാക്കി വിശേഷങ്ങളുമായി വീണ്ടും കാണട്ടെ ഫ്രണ്ട്സ്. ഓക്കെ, ബൈ.